ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് റെസിപ്പീസൊക്കെ ആയിട്ട് ഉള്ള വീഡിയോസ് ഉണ്ടാക്കിയതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് മിച്ചം വരുവാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഈ ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കൊത്തു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് കുറച്ച് മുട്ട നമുക്ക് ചിക്കി പൊരിച്ച് എടുത്ത് വെക്കാം ആദ്യം തന്നെ. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചൊന്ന്, സാധാരണ നമ്മൾ മുട്ട ചിക്കി പൊരിക്കുന്ന പോലെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് മുട്ട ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അത് ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കൊത്തു ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി നല്ല നൈസായിട്ട് സ്ലൈസായിട്ട് നമുക്ക് മുറിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 8 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അത്ര എണ്ണ എടുക്കാം. ഇങ്ങനെ നീളത്തിൽ മുറിച്ച് കൊടുക്കാം. അപ്പം ചപ്പാത്തിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങൾ മുട്ടയുടെ എണ്ണം കൂടെ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഇപ്പം 8 ചപ്പാത്തിക്കൊരു 3 മുട്ട എടുത്തിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ നിങ്ങൾ നീളത്തിൽ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ഉരുളി എടുത്ത് വെക്കാം. ഉരുളി അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കാം. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ 2 വലിയ സവോള കുനുകുന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവോള ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ട സമയമായി. ആദ്യമായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് പിന്നെ ഇന്നലത്തെ കറിയുടെ മിച്ചം ഇരുന്ന കുറച്ച് സോയാബീനാണ്. നമുക്കിത് ഞാൻ ഓൾറെഡി പറഞ്ഞ് ലെഫ്റ്റ് ഓവർ ചപ്പാത്തി വെച്ചൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇത് ഞാൻ ഇന്നലത്തെ കറിയാണ്. ഇന്നലത്തെ സോയാബീൻ്റെ കുറച്ച് മിച്ചം വന്നിരുന്നതാണ്. സോയാബീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ആഡ് ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്യുവാണ്. ഇനി നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം.
ഇനി നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ചപ്പാത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ മസാലക്കൂട്ടും ചപ്പാത്തിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മസാല എല്ലാം ചപ്പാത്തിയിലേക്ക് നന്നായിട്ട് പിടിക്കണം. പിന്നെ നമ്മുടെ ഇത് കൊത്ത് ചപ്പാത്തിയാണല്ലോ, അപ്പം നമുക്ക് നമ്മുടെ തവി വെച്ച് നന്നായിട്ടൊന്ന് കൊത്തിക്കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൊത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് സൈഡ് ഡിഷൊന്നും വേണ്ട. പിന്നെ ഞാനിവിടെ ഇപ്പം ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.